പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഈ 5-ാം തീയതി വെള്ളിയാഴ്ച പ്രഭാതത്തിൽ പ്രഭാത മന്ദിയുമായിട്ട് കടന്നു വരുവാൻ സർവശക്തനായ ദൈവം സഹായിച്ച അവൻ കൃപയ്ക്കായിട്ട് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത വേളയിൽ പ്രഭാത മന്ദിയിലേക്ക് എല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. അല്പസമയ ചിന്തയ്ക്ക് വേണ്ടി വായിക്കുവാൻ ആഗ്രഹിക്കുന്ന വേദവാക്യം 1 യോഹന്നാൻ അതിന്റെ 3-ാം അധ്യായം 1-ാം വാക്യമാണ്. 1 യോഹന്നാൻ 3-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം. അത് ഇപ്രകാരം വായിക്കുന്നു: താൻമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ലായിക്കൊണ്ട് നമ്മെയും അറിയുന്നില്ല. ഇതിന്റെ തലക്കെട്ടായി കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് ദൈവമക്കളാകുവാൻ മനുഷ്യരെ ക്ഷണിക്കുന്നു. അങ്ങനെ പറയുന്നു, ദൈവമക്കൾ ആകുവാൻ മനുഷ്യരെ ക്ഷണിക്കുന്നു. ദൈവമകൻ, ദൈവമകൾ എന്നുള്ള ആ പദവി ഈ ലോകത്തിൽ വെച്ച് കിട്ടാവുന്നതിനും ഏറ്റവും വലിയ പദവിയാണ് എന്ത്? ദൈവമകൻ, ദൈവമകൾ എന്നുള്ള ആ പദവി. സകലത്തെയും സൃഷ്ടിച്ച സൃഷ്ടാവായ ദൈവത്തിന്റെ, നമ്മെയും സൃഷ്ടിച്ച നമ്മുടെ സൃഷ്ടികർത്താവായ ആ ദൈവത്തിന്റെ മകൻ, ദൈവത്തിന്റെ മകൾ എന്നുള്ള ആ പദവി ലഭിക്കുവാൻ നാം എന്തൊക്കെ ചെയ്യണം? അതിനെക്കുറിച്ച് അല്പമായി ചിന്തിക്കാം. ഇപ്രകാരം സുവിശേഷങ്ങളില് വിളിച്ചറിയിക്കുന്നുണ്ട്. ആദ്യമേ പറഞ്ഞത് സ്തോപക യോഹന്നാനാണ്. താൻ പറയുകയാണ്, ദൈവരാജ്യം സമീപിച്ചിരിക്കിയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക. കർത്താവ് യേശു ക്രിസ്തുവും വിളിച്ചു പറഞ്ഞു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കിയാൽ മാനസാന്തരപ്പെടുക. പുറകാലെ കർത്താവിന്റെ ശിഷ്യന്മാരും വിളിച്ചു പറഞ്ഞു, അതേ, ദൈവരാജ്യം സമീപിച്ചിരിക്കിയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക. സുവിശേഷം എന്നതോ ദാവീദ് സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവാകുന്നു സുവിശേഷം. അപ്പോൾ ആ സുവിശേഷം കേട്ട് മാനസാന്തരപ്പെട്ട് നാം എന്തു ചെയ്യണം? യേശുവിൽ വിശ്വസിക്കുവാൻ ഇടയാകണം. അതെ, ദൈവമകൻ അഥവാ ദൈവമകൾ എന്നുള്ള പദവി ലഭിക്കണമെങ്കിൽ ആദ്യം എന്തു ചെയ്യണം? മാനസാന്തരപ്പെടണം. മാനസാന്തരത്തിന് അനുഭവം ഇല്ലാതെ ആർക്കും ദൈവമകൻ, ദൈവമകൾ എന്നുള്ള പദവി കരസ്ഥമാക്കുവാൻ കഴിയുകയില്ല. മാനസാന്തരപ്പെട്ട് നമ്മുടെ പാപങ്ങൾ അതേ കർത്താവായ യേശു ക്രിസ്തുവിനോട് ഏറ്റുപറയുവാൻ ഇടയാകണം. ലോകത്തിൽ മധ്യസ്ഥൻ ഒരുവൻ മാത്രമാണ്. ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരുവൻ മാത്രം. സകല മനുഷ്യർക്കും വേണ്ടി മറുവിലയായി തീർന്ന അഥവാ യാഗമായി തീർന്ന കാൽവരി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവ് യേശു ക്രിസ്തു മാത്രമാണ് മധ്യസ്ഥൻ. വേറൊരു മധ്യസ്ഥൻ ഇല്ല. അങ്ങനെയെങ്കിൽ ദൈവമകനായി ദൈവമകളായി തീരണമെങ്കിൽ നാം എന്തു ചെയ്യണം? ആ മധ്യസ്ഥനായ യേശു ക്രിസ്തുവിനോട് നാം നമ്മുടെ പാവങ്ങള് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് അനുസരിച്ച് മാനസാന്തരപ്പെടുവാൻ ഇടയാകണം. സ്തോത്രം. അതേ, യോഹന്നാൻ 1-ാം അധ്യായം അതിന്റെ 12-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും
അവരുടെ ജാതിയില്ല, മതമില്ല, വർഗമില്ല. അതേ കർത്താവായ യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ അവൻ അധികാരം കൊടുത്തുവെന്ന് സ്തോത്രം. അതേ ദൈവമകൻ ദൈവമകളായി തീരണമെങ്കിൽ എന്ത് ചെയ്യണം? മാനസാന്തരപ്പെട്ട് അനുനറിച്ച് പാവങ്ങള് ഏറ്റുപറഞ്ഞ് കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുവാൻ ഇടയാകണം. സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം അതിന്റെ 38-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിനും ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവിനെ ലഭിക്കുമെന്ന് സ്തോത്രം. അത് പാപങ്ങൾ മാഞ്ഞു കിട്ടുവാൻ എന്ത് ചെയ്യണം? യേശുക്രിസ്തുവിന്റെ, അതായത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവാൻ ഇടയാകണം. 1 യോഹന്നാൻ 1-ാം അധ്യായം 7-ാം വാക്യത്തിലും ഇപ്രകാരം വായിക്കുന്നുണ്ട്: യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. സ്തോത്രം. അതേ, നമ്മെ ശുദ്ധീകരിക്കുവാൻ, നമ്മെ നീതീകരിക്കുവാൻ, നമ്മെ വെടിപ്പാക്കുവാൻ വേറെ ഒന്നിനും സാധ്യമല്ല. പിന്നെയോ യേശുക്രിസ്തുവിന്റെ രക്തത്തിന് മാത്രമേ നമ്മെ വിശുദ്ധീകരിക്കുവാൻ, നമ്മെ നിർമ്മലീകരിക്കുവാൻ, നമ്മെ നീതീകരിക്കുവാൻ കഴിയുകയുള്ളൂ. ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി ക്രൂശിൽ തകർക്കപ്പെട്ട ആ കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്തില് ആരൊക്കെ ആശ്രയിക്കുന്നുവോ അവർക്ക് പാപക്ഷമ ലഭിക്കുവാൻ ഇടയായിത്തീരും. സ്തോത്രം. 2, ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. അത് വാഗണ്ടേറ്റ് പറയണം. കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി വാഗണ്ടേറ്റ് പറയണം. ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. പിതാവായ ദൈവം യേശുക്രിസ്തുവിനെ അത് മരിച്ചതെന്നും ഉയർപ്പിച്ചതെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുമ്പോൾ ആ വ്യക്തി രക്ഷിക്കപ്പെടുവാൻ ഇടയായിത്തീരും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേ. 3-ാമത്തെ കാര്യം എന്ത് പറയുന്നറിയാമോ? 3-ാമത്തെ കാര്യം ആമേ സ്തോത്രം, ദൈവ കൽപ്പനകള് നാം അനുസരിക്കുവാൻ ഇടയാകണം. എന്താണ്? ദൈവ കൽപ്പന നാം അനുസരിക്കുവാൻ ഇടയാകണം. സ്തോത്രം. ഒരു ദൈവ പൈതൽ സ്തോത്രം എങ്ങനെ ജീവിക്കണമെന്നും ദൈവമകൻ അഥവാ ദൈവമകൾ ഈ ലോകത്തിൽ എങ്ങനെ ജീവിക്കണമെന്നും ദൈവത്തിന് ന്യായപ്രമാണത്തിൽ ദൈവം പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. അതേ 10 കൽപ്പനകൾ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. സ്തോത്രം. ആ 10 കൽപ്പനകൾ അനുസരിച്ച് നാം ജീവിക്കുവാൻ ഇടയാകണം. സ്തോത്രം. ഗലാത്യ ലേഖനത്തിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട്. ഗലാത്യ ലേഖനം 3-ാം അധ്യായം 26-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട്: ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു. ഒന്നുകൂടെ പറയാം: ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ആരായിരിക്കുന്നു? ദൈവത്തിന്റെ മക്കളാകുന്നു. സ്തോത്രം. അപ്പോൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന മുമ്പായിട്ട് നിങ്ങൾ ആരുടെ മക്കളായിരുന്നു? അത് സാത്താന്റെ മക്കളായിരുന്നു. സ്തോത്രം. ഈ ലോകത്തിന്റെ പ്രഭുവാകുന്ന സാത്താന്റെ മക്കളായിരുന്നു. സ്തോത്രം. അധർമ്മം പ്രവർത്തിക്കുന്നവര്, പാപം ചെയ്യുന്നവര്, അതിക്രമം ചെയ്യുന്നവരൊക്കെ അധർമ്മത്തിന്റെ മക്കൾ അഥവാ സാത്താന്റെ മക്കളായിരുന്നു. സ്തോത്രം. എന്നാൽ സാത്താന്റെ മക്കളിൽ നിന്നും നിങ്ങളെ വിടുവിക്കുവാൻ വേണ്ടി, ആ അധർമ്മത്തിൽ നിന്നും ആ പാപത്തിൽ നിന്നും നിങ്ങളെ വിടുവിക്കുവാൻ വേണ്ടി കർത്താവായ യേശുക്രിസ്തു എന്ത് ചെയ്തു? എബ്രായലേഖനം 2-ാം അധ്യായം അതിന്റെ 14-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട്: മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കിയിട്ട് ജീവപര്യന്തം മരണഭീതിയാൽ അടിമകൾ ആയിരുന്നവരെ ഒക്കെയും വിടുവിച്ചൊരു സ്തോത്രം. അപ്പോൾ മരണം മാറി ജീവൻ പ്രാപിക്കണമെങ്കിൽ, നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കർത്താവ് യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് കർത്താവ് പറഞ്ഞിരിക്കുന്ന കൽപ്പനകള്, ഉപദേശങ്ങള് അനുസരിച്ച് വിശുദ്ധിയോടെ നാം ജീവിക്കുകയാണെങ്കിൽ ദൈവമകൻ ദൈവമകളായി തീരുവാൻ ഇടയായിത്തീരും. തീർന്നില്ല. സ്വർഗത്തിൽ ജീവന്റെ പുസ്തകത്തിൽ ആ പേരുകൾ പിതാവ് എഴുതി ചേർക്കുവാൻ ഇടയായിത്തീരും. സ്വർഗീയ പൗരന്മാരായി തീരുവാൻ ഇടയായിത്തീരും. സ്തോത്രം.
മർക്കോസ് 16 അധ്യായം അതിന്റെ 16 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്. മർക്കോസ് 16:16 അവൻ സ്തോത്രം, അവൻ വിശ്വസിക്കുകയും സ്നാനം സ്വീകരിക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടുമെന്ന് സ്തോത്രം. അതെ, വിശ്വസിക്കുകയും യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുകയും യേശുവിന്റെ ഉപദേശമാകുന്ന സ്നാനം സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ രക്ഷിക്കപ്പെടും. വിശ്വസിക്കാത്തവൻ, യേശു ക്രിസ്തുവിനെ അംഗീകരിക്കാത്തവൻ നിത്യ ശിക്ഷയിലേക്ക് തള്ളപ്പെടുവാൻ ഇടയായിത്തീരും. സ്തോത്രം. അത് ബൈബിളിലെ താക്കോൽ വാക്യമാണ് യോഹന്നാൻ 3-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം. അതിപ്രകാരം വായിക്കുന്നുണ്ട്, തന്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശുവിനെ അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ആരും നശിച്ചു പോകുവാൻ, പാപത്തിൽ, അതിക്രമങ്ങളിൽ, അധർമ്മത്തിൽ ആരും നശിച്ചു പോകുവാൻ പിതാവ് ആഗ്രഹിക്കുന്നില്ല. നാം എല്ലാവരും പാപത്തിൽ നിന്നും അധർമ്മത്തിൽ നിന്നും രക്ഷ പ്രാപിക്കുവാനാണ് ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നത്. ആ യാഗത്തിൽ ആരൊക്കെ വിശ്വസിക്കുന്നുവോ, കർത്താവായ യേശുവിന് വേണ്ടി ആരൊക്കെ നമ്മുടെ ഹൃദയത്തെ കൊടുക്കുന്നുവോ അവർക്ക് ദൈവമകളായി തീരുവാൻ അധികാരം ലഭിച്ചു. അത് ലോകത്തിന്റെ വെളിച്ചമാകുന്ന കർത്താവായ യേശുവിന് വേണ്ടി ആ ഹൃദയം കൊടുക്കുമ്പോൾ ആ ഹൃദയം, ആ മനുഷ്യൻ വെളിച്ചമായി തീരുവാൻ ഇടയായി തീരും. അവിടെ ഇരുട്ടുന്ന പ്രവൃത്തികൾക്ക് വീണ്ടും സ്ഥാനമില്ല. അങ്ങനെയെങ്കിൽ ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ഒരവസ്ഥയിലേക്ക് നിങ്ങൾ വന്നിട്ടില്ല എങ്കിൽ, യേശു ക്രിസ്തുവിന്റെ മകളായി തീർന്നിട്ടില്ല എങ്കിൽ, ഇപ്പോഴാകുന്ന രക്ഷാ ദിവസം, ഇപ്പോഴാകുന്ന സുപ്രസാദകാലം. അതെ, ഈ നിമിഷം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞാനും അവിടുത്തെ മകളായി തീരുവാൻ ആഗ്രഹിക്കുന്നു. എനിക്കും കൂടിയാണല്ലോ അന്ന് കാൽവരി ക്രൂശിൽ മരിച്ചത്. അതേ കർത്താവേ, ഇന്നു മുതൽ എന്റെ ഹൃദയം അങ്ങേക്ക് നൽകുന്നു. എന്റെ ഹൃദയത്തിലേക്ക് അങ്ങയെ എന്റെ രക്ഷിതാവായി, എന്റെ കർത്താവായി, എന്റെ ദൈവമായിട്ട് ഞാൻ അംഗീകരിക്കുന്നു. ഈ ലോകം എനിക്ക് അനുകൂലമല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങ് വരുമ്പോൾ ആ നിത്യരാജ്യത്തിൽ ചേർക്കുവാൻ എന്നെ തന്റെ പരിശുദ്ധാത്മാവിൽ സഹായിക്കണമേ.